അനുദിന വിശുദ്ധർ ഫെബ്രുവരി 24 കെൻഡിലെ വിശുദ്ധ ഏദൽബർട്ട്. AD 560 വിശുദ്ധ ഏദൽബർട്ട് ജനിച്ചത്. ആംഗ്ലോ സാക്സന്മാരുടെ കാലഘട്ടത്തിലാണ് വിശുദ്ധൻ ജീവിച്ചിരുന്നത്. ബ്രിട്ടൻ ആക്രമിച്ച് ആദ്യ സാക്സനായിരുന്ന ഹെൻഗിസ്റ്റിൻ്റെ പേരക്കുട്ടിയായിരുന്നു വിശുദ്ധൻ. ഹെൻഗിസ്റ്റ് 560 മുതൽ ഏതാണ്ട് 36 വർഷത്തോളം ഏറ്റവും പഴയ രാജ്യങ്ങളിലൊന്നായ കെൻഡിൽ ഭരണം നടത്തി. 568 വിംബിൾഡൺ യുദ്ധത്തിൽ വെച്ച് വെറ്റ്സക്സിലെ സീവ്ലിൻ ഏദൽബർട്ടിനെ പരാജയപ്പെടുത്തിയെങ്കിലും അദ്ദേഹം മൂന്നാമത്തെ ആംഗ്ലോ സാക്സൺ ഭരണാധികാരിയാവുകയും ഹംബറിന് തെക്കുള്ള എല്ലാ സാക്സൺ രാജാക്കന്മാരുടെയും രാജകുമാരന്മാരുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം ഫ്രാങ്കിഷ് റൈൻലാൻഡുമായി അടുത്ത ബന്ധം വെച്ച് പുലർത്തിയിരുന്നു. ഫ്രാങ്കിഷ് രാജാവായിരുന്ന ക്ലോവിസിൻ്റെ പേരക്കുട്ടിയും ഒരു ക്രിസ്ത്യൻ രാജകുമാരിയുമായിരുന്ന ബെർത്തായെയാണ് ഏദൽബർട്ട് വിവാഹം ചെയ്തത്. വിവാഹ ഉടമ്പടി പ്രകാരം രാജകുമാരിക്ക് തൻ്റെ മതവിശ്വാസം തുടരുന്നതിനുള്ള അധികാരമുണ്ടായിരുന്നു. അവൾ തൻ്റെ പുരോഹിതനും സെനിൽസിലെ മെത്രാനുമായിരുന്ന വിശുദ്ധ ലൂയുഡ് ഹാർഡിനെയും തൻ്റെ കൂടെ കൊണ്ടുവന്നു. റോമൻ കാലഘട്ടത്തിൽ വിശുദ്ധ ലിയുഡ് ഹാർഡ് കാൻറ്റർബറിയിൽ പണി കഴിപ്പിക്കുകയും വിശുദ്ധ മാർട്ടിൻ്റെ നാമധേയത്തിൽ സമർപ്പിക്കുകയും ചെയ്യപ്പെട്ടിരുന്ന ഒരു ദേവാലയത്തിൽ വെച്ച് അവിശ്വാസികളുടെ നാട്ടിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. ബെർത്ത ഒരു സ്നേഹവതിയും മാന്യയുമായ ഒരു സ്ത്രീയായിരുന്നു. അവളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിവുള്ളൂ എങ്കിലും ആ പുരാതന നാളുകളിലെ തിളങ്ങുന്ന ഒരു നക്ഷത്രമായി ബെർത്തയുടെ ഓർമ്മ ഇന്നും നിലനിൽക്കുന്നു. ബെർത്ത ഉത്സാഹവതിയും വളരെയേറെ ദൈവഭക്തിയുമുള്ള ഒരു ക്രിസ്തീയ രാജകുമാരിയായിരുന്നു. ഏദൽബർട്ടിനും അദ്ദേഹത്തിൻ്റെ ആളുകൾക്കും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മാതൃകയായിരുന്നു ബെർത്ത. മാത്രമല്ല അഗസ്റ്റിൻ്റെ വരവിന് മുമ്പുള്ള മാർഗം ഇവർ തെളിയിക്കുകയും ചെയ്തു. മഹാനായ വിശുദ്ധ ഗ്രിഗറി ബെർത്തയുടെ ഉത്സാഹത്തെയും ഭക്തിയെയും വിശുദ്ധ ഹെലൻ്റെ ഭക്തിയോട് സാമ്യപ്പെടുത്തിയത് ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏദൽബർട്ട് വളരെയേറെ മര്യാദയുള്ളൊരു വ്യക്തിയായിരുന്നുവെങ്കിലും അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ടില്ലായിരുന്നു. മഹാനായ ഗ്രിഗറി മാർപ്പാപ്പ വിശുദ്ധ അഗസ്റ്റിനെയും അദ്ദേഹത്തിൻ്റെ സുവിശേഷകരെയും ഈ നാട്ടിലേക്ക് അയക്കുകയും അവർ അവിടെ താനറ്റ് എന്ന ദ്വീപിൽ കപ്പലിറങ്ങുകയും തങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി ഏദൽബർട്ടിൻ്റെ അനുവാദം ചോദിക്കുകയും ചെയ്തു. ഏദൽബർട്ട് അവരോട് അവിടെ താൻ ഒരു തീരുമാനമെടുക്കുന്നതുവരെ അവിടെ തുടരുവാൻ ആവശ്യപ്പെടുകയും അവരെ നല്ലപോലെ പരിപാലിക്കുകയും ചെയ്തു. എന്നാൽ ഈ സുവിശേഷകർ വല്ല മന്ത്രവാദികളുമായിരിക്കുമെന്ന് ഏദൽബർട്ട് ഭയപ്പെട്ടു. അതിനാൽ അദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക് വരാൻ അനുവദിച്ചിരുന്നില്ല. അക്കാലങ്ങളിൽ പൊതുസ്ഥലത്ത് വെച്ച് മന്ത്രങ്ങൾ ഉരുവിട്ടാൽ അവ ഫലിക്കില്ല എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അതിനാൽ താനറ്റ് എന്ന ദ്വീപിലെ വലിയൊരു ഓക്കുമരത്തിന് ചുവട്ടിൽ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഏദൽബർട്ട് തീരുമാനമെടുത്തു. ഒരു തെളിഞ്ഞ സുപ്രഭാതത്തിൽ റോമിൻ്റെ ആ സന്ദേശവാഹകർ തങ്ങൾക്ക് മുമ്പിലായി ഒരു വലിയ വെള്ളിക്കുരിശും മരപ്പലകയിൽ വരച്ചിട്ടുള്ള യേശുവിൻ്റെ ചിത്രവുമായി പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ട് ഏദൽബർട്ടുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വന്നു. ഏറ്റവും മുൻപിലായി വിശുദ്ധ അഗസ്റ്റിനായിരുന്നു. അവർ മുന്നോട്ട് വരുന്തോറും തങ്ങളുടെയും ഇംഗ്ലണ്ടിൻ്റെയും മോക്ഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വലിയൊരു രാജസേവക വൃന്ദത്തിന് നടുവിലായിരുന്നു രാജാവിരുന്നത്. അവർ തങ്ങളുടെ സന്ദർശകരെ ഉചിതമായ വിധത്തിൽ സ്വീകരിച്ചിരുത്തി. അഗസ്റ്റിന് പറയുവാനുണ്ടായിരുന്നത് വളരെയേറെ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം അദ്ദേഹം ഇപ്രകാരം മറുപടി കൊടുത്തു: നീ നല്ലവിധം സംസാരിക്കുകയും നല്ല വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു. ഇതെല്ലാം എനിക്ക് പുതിയതും യാതൊരു ഉറപ്പുമില്ലാത്തതുമാണ്. ഇത്രയും കാലം ഞാനും എൻ്റെ മുഴുവൻ രാജ്യവും വിശുദ്ധമായി കണ്ടിരുന്നവയെല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നത് സാധ്യമല്ല. എന്നാൽ ഇത്രയും ദൂരം താണ്ടി താങ്കൾ ഇവിടെ വരികയും നിങ്ങളുടേതായതെല്ലാം ഞങ്ങൾക്കും പങ്കുവയ്ക്കാൻ തയ്യാറായതിനാലും ഞങ്ങൾ നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വരുത്തുകയില്ല. മറിച്ച് നിങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങളുടെ മതവിശ്വാസത്തിലും മതപ്രചാരണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ശല്യപ്പെടുത്തുകയില്ല.
നിങ്ങൾക്ക് സാധ്യമായവരെയെല്ലാം മതപരിവർത്തനം ചെയ്യുവാൻ ഞാൻ നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു. വിശുദ്ധൻ അവരെ തൻ്റെ രാജകീയ നഗരിയായ കാൻറ്റർബറിയിൽ പാർപ്പിച്ചു. വിശുദ്ധ ഗ്രിഗറി അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കീസായിരുന്ന യുളോജിയൂസിന് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആ വർഷം അവസാനിക്കുന്നതിന് മുൻപായി ഏതാണ്ട് 10,000-ഓളം പേർ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. 597 പെന്തക്കോസ്ത് തിരുനാൾ ദിനത്തിൽ ഏദൽബർട്ട് രാജാവ് വിശുദ്ധ അഗസ്റ്റിനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 601 വിശുദ്ധ ഗ്രിഗറി ഏദൽബർട്ട് രാജാവിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒരു ക്രിസ്ത്യാനിയായതിൽ അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ടൊരു കത്തെഴുതി. കോൺസ്റ്റന്റൈൻ്റെയും ക്ലോവിസിൻ്റെയും മതപരിവർത്തന ക്രൈസ്തവ ലോകത്തെ ഇത്രമാത്രം കോരിത്തെരിപ്പിച്ച ഒരു നിമിഷവും ഉണ്ടായിട്ടില്ല. യേശുവിനെ സ്വീകരിച്ച ഏദൽബർട്ട് മറ്റൊരു മനുഷ്യനായി മാറുകയായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന 20 വർഷക്കാലത്തോളം അദ്ദേഹത്തിൻ്റെ ഏക ആഗ്രഹം തൻ്റെ പ്രജകളുടെ മനസ്സിൽ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുക എന്നത് മാത്രമായിരുന്നു. യേശുവിനോടുള്ള ഭക്തിക്ക് അദ്ദേഹം ഒരിക്കലും ഒരു കുറവും വരുത്തിയിരുന്നില്ല. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഇടയ്ക്കും ഏദൽബർട്ട് പരിപൂർണമായ വിശ്വാസ ജീവിതത്തിൽ മുന്നേറി. വിശുദ്ധൻ വിഗ്രഹാരാധനയെ ഇല്ലായ്മ ചെയ്തു. വിഗ്രഹാരാധകരുടെ ക്ഷേത്രങ്ങൾ ദേവാലയങ്ങളാക്കി മാറ്റി. എന്നിരുന്നാലും പൂർണ്ണ മനസ്സോടെയുള്ള മതപരിവർത്തനമാണ് യഥാർത്ഥ പരിവർത്തനം എന്നറിയാമായിരുന്നതിനാൽ അദ്ദേഹം തൻ്റെ പ്രജകൾക്ക് മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. എന്നിരുന്നാലും ആയിരക്കണക്കിന് ആളുകൾ മതപരിവർത്തനം ചെയ്തു. കെൻറ്റിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ നിയമാവലിയായിരുന്നു ഇതുവരെ അറിയപ്പെട്ടതിലേതും വെച്ച് ജർമ്മൻ ഭാഷയിൽ എഴുതപ്പെട്ട ഏറ്റവും ആദ്യത്തെ നിയമാവലി. ഇതിലേറ്റവും ആദ്യത്തേത് ആരെങ്കിലും ദേവാലയത്തിൽ നിന്നോ പുരോഹിതന്മാരിൽ നിന്നോ മോഷ്ടിക്കുകയാണെങ്കിൽ ഉടനടി തന്നെ പരിഹാരവും ചെയ്യേണ്ടതാണ് എന്നതായിരുന്നു. വിശുദ്ധ ഏദൽബർട്ട് തൻ്റെ രാജകൊട്ടാരം വിശുദ്ധ അഗസ്റ്റിന് നൽകുകയും അവിടെ ഒരു കത്തീഡ്രൽ പള്ളി പണിയുകയും ചെയ്തു. കൂടാതെ നഗരകവാടത്തിന് പുറത്തായി വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നാമധേയത്തിൽ ഒരാശ്രമം പണികഴിപ്പിക്കുകയും ചെയ്തു. ഇത് പിൽക്കാലത്ത് വിശുദ്ധ അഗസ്റ്റിൻ്റെ പേരിൽ അറിയപ്പെട്ടു. റോച്ചസ്റ്ററിലെ വിശുദ്ധ ആൻഡ്രൂസിൻ്റേതുൾപ്പെടെ നിരവധി ദേവാലയങ്ങൾക്ക് വിശുദ്ധൻ അടിത്തറയിടുകയും ചെയ്തു. കിഴക്കൻ ദേശത്തെ സാക്സൺ രാജാവായിരുന്ന സെബർട്ടിൻ്റെയും കിഴക്കൻ ഏഞ്ചൽസിലെ രാജാവായിരുന്ന റെഡ്വാൾഡിൻ്റെയും മതപരിവർത്തനത്തിന് പിന്നിലെ പ്രചോദനം വിശുദ്ധ ഏദൽബർട്ട് ആയിരുന്നു. സെബർട്ട് രാജാവിൻ്റെ ഭൂപ്രദേശമായിരുന്ന ലണ്ടനിൽ വിശുദ്ധനൊരു കത്തീഡ്രൽ ദേവാലയം നിർമ്മിച്ചു. ഇംഗ്ലീഷ് പ്രദേശങ്ങളിലെ സുവിശേഷ പ്രഘോഷണ രംഗത്തുണ്ടായ പുരോഗതിയിൽ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ വളരെയധികം സന്തുഷ്ടനായിരുന്നു. അദ്ദേഹം വിശുദ്ധ ഏദൽബർട്ടിന് നിരവധി സമ്മാനങ്ങൾ അയക്കുകയുണ്ടായി. നിരവധി നല്ല സമ്മാനങ്ങളാൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ജനത്തെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയാം എന്ന് വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ വിശുദ്ധ ഏദൽബർട്ടിന് എഴുതുകയുണ്ടായി. അദ്ദേഹം രാജാവിനോട് വിഗ്രഹാരാധകരുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുവാനും തൻ്റെ ജനങ്ങളുടെ ധാർമ്മിക നിലവാരം ഉയർത്തുന്നതിനുമായി സ്വയം ഒരു മാതൃകയാവാനും ഉപദേശിക്കുകയും ചെയ്തു. 616 ഫെബ്രുവരി 24 കാൻറ്റർബറിയിൽ വെച്ച് വിശുദ്ധ ഏദൽബർട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. വിശുദ്ധൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ആശ്രമത്തിലുള്ള വിശുദ്ധ മാർട്ടിൻ്റെ ദേവാലയത്തിൽ തൻ്റെ ആദ്യ ഭാര്യയായിരുന്ന ബെർത്തായുടെ ശവകുടീരത്തിന് സമീപമായിരുന്നു അടക്കം ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അതേ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് കീഴെ നിക്ഷേപിച്ചു. ഹെൻറി 8 രാജാവിൻ്റെ സമയത്തുൾപ്പെടെ പല അവസരങ്ങളിലും ഇത് പലവിധ അത്ഭുത പ്രവൃത്തികളുടെയും ഉറവിടമായി തീരുകയും ചെയ്തിട്ടുണ്ട്. ആദ്യകാലം മുതലേ ഔദ്യോഗികമല്ലാത്ത പല ആരാധനകളും കാൻറ്റർബറിയിൽ വിശുദ്ധനായി നടത്തപ്പെടുന്നുണ്ടായിരുന്നുവെങ്കിലും 13-ാമത്തെ നൂറ്റാണ്ട് മുതലാണ് വിശുദ്ധൻ്റെ തിരുനാൾ ദിനം റോമൻ ദിനസൂചികകളിൽ ഇടം പിടിച്ചത്. ഫെബ്രുവരി 24 വിശുദ്ധ മത്യാസിൻ്റെ പേർക്ക് നൽകപ്പെട്ടതിനാൽ ഫെബ്രുവരി 25 അല്ലെങ്കിൽ 26 ആണ് വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. റോമൻ ബ്രിട്ടീഷ് രക്തസാക്ഷി പട്ടികയിൽ വിശുദ്ധ ഏദൽബർട്ടിനെയും അനുസ്മരിക്കുന്നുണ്ട്.